പതിവ് തെറ്റിക്കാതെ തിമിർത്തു പെയ്ത കാലവർഷത്തിന്റെ അകമ്പടിയോടെയാണ് ഇത്തവണയും അധ്യയന വർഷത്തിന് തുടക്കമായത്. കുറവലങ്ങാട് മേഖലയിലെ സ്കൂളുകളിലെല്ലാം അതിഗംഭീരമായാണ് പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചത്. വാദ്യമേളങ്ങളും കൊടിതോരണങ്ങളും തീർത്ത ഉത്സവ ഛായയിലായിരുന്നു കുറവലങ്ങാട്, ഞീഴൂർ, കടുത്തുരുത്തി, ഉഴവൂർ, മോനപ്പള്ളി, മരങ്ങാട്ടുപള്ളി പ്രദേശങ്ങളിലെ മുഴുവൻ വിദ്യാലയങ്ങളും അധ്യയനത്തിന്റെ ആദ്യ ദിനത്തെ വരവേറ്റത്. PTA-കളുടെയും MBTA-കളുടെയും മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിലായിരുന്നു സ്കൂളുകളുടെ എല്ലാം ആദ്യദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രൗഢോജ്വല സമ്മേളനങ്ങളും വാദ്യഘോഷങ്ങളും തീർത്ത ഉത്സവ അന്തരീക്ഷത്തിൽ അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകളെ സ്വീകരിക്കുന്നതിൽ മാനേജ്മെന്റുകളും സ്കൂൾ അധികൃതരും വിജയിക്കുക തന്നെ ചെയ്തു. എല്ലായിടങ്ങളിലും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്താണ് നവ അതിഥികളെ സ്വീകരിച്ചത്. മുതിർന്ന വിദ്യാർത്ഥികളാണ് ആഘോഷ പരിപാടികൾക്ക് എല്ലായിടങ്ങളിലും നേതൃത്വം നൽകിയത്. പ്രധാന അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സന്ദേശവും നൽകി. മാനേജ്മെന്റ് പ്രതിനിധികളും സന്ദേശം നൽകുന്നതിനായി ആദ്യ ദിനം സ്കൂളുകളിൽ എല്ലായിടങ്ങളിലും എത്തിച്ചേർന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ സന്ദേശം മുഴുവൻ വിദ്യാലയങ്ങളിലും വായിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി മുഴുവൻ സ്കൂളുകളിലേക്കും അയച്ചു നൽകിയ പ്രത്യേക ഗാനത്തോടെയായിരുന്നു അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം എല്ലാ സ്കൂളുകളിലും തുടക്കം കുറിച്ചത്. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് അംഗീകൃത സ്കൂളുകളിലെല്ലാം ഒരേ രീതിയിൽ തന്നെ പ്രവേശനോത്സവം ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും ഏറെ നേട്ടമായി കണക്കാക്കാവുന്നതാണ്. ചിലയിടങ്ങളിൽ കുരുന്നുകൾ ദീപം തെളിച്ച് തുടക്കം കുറിച്ച അധ്യയന വർഷ ആരംഭത്തിൽ ചിലയിടങ്ങളിൽ ഉദ്ഘാടന പ്രസംഗങ്ങളോടെയായിരുന്നു അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചത്. 1 മണിക്കൂറോളം നീണ്ട ആഘോഷമായ ചടങ്ങാണ് എല്ലാ വിദ്യാലയങ്ങളിലും ക്രമീകരിച്ചത്. പ്രവേശന ഉത്സവ സമയം മഴ മാറിയെന്ന് പ്രകൃതി പോലും പ്രത്യേക അനുഗ്രഹ കടാക്ഷം ചൊരിഞ്ഞു എന്നതും കുരുന്നുകൾക്ക് ഏറെ സന്തോഷമായി. 1-ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകളൊന്നും തന്നെ ഇത്തവണ നിലവിളിക്കുന്ന കാഴ്ച ഇല്ലായിരുന്നു. അംഗൻവാടികളിലും തുടർ വിദ്യാകേന്ദ്രങ്ങളിലും പരിശീലനം നേടിയെത്തിയ കുരുന്നുകളെല്ലാം തന്നെ മുതിർന്ന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം കണക്കെയായിരുന്നു 1-ാം ക്ലാസ്സുകളിലേക്ക് എത്തിയത്. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം മാതാപിതാക്കളും എല്ലാ സ്കൂളുകളിലും എത്തിച്ചേർന്നിരുന്നു.